തനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് കൺമണി വ്യക്തമാക്കിയിരിക്കുകയാണ്. ആൻറ്റിയമ്മ എന്തിനാണ് ഈ കുടുംബത്തെ ചതിച്ചത് എന്ന സത്യം പറഞ്ഞേ മതിയാകൂ. ഇതോടെ ആൻറ്റിയമ്മ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ആൻറ്റിയമ്മയ്ക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. എത്ര വലിയ തെറ്റാണ് ആൻറ്റിയമ്മ ചെയ്തത് എന്ന് ആൻറ്റിയമ്മയ്ക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിയമ്മ ഒഴിഞ്ഞു മാറിക്കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതരുത്. ഇതോടെ കൺമണി, നിനക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയേ എന്ത് തീരുമാനവും എടുത്തിട്ടുള്ളൂ. ഇവിടെയുള്ള ആരെയും ചതിക്കണം എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കതിന് സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നീ ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ നിനക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും ഈ വീട്ടിലുള്ളവരെ ചതിച്ചിട്ടില്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കും. ആ ഒരു ദിവസം വരുന്നതിനായി ഞാൻ കാത്തിരിക്കും. അതുവരെ നിങ്ങളെല്ലാവരും എന്നെ കുറ്റവാളിയെ പോലെ കണ്ടുകൊള്ളൂ. ഇത് കേട്ടതോടെ കൺമണിയാകെ ഞെട്ടി നിൽക്കുകയാണ്. ആൻറ്റിയമ്മ എന്താ പറഞ്ഞേ? ആൻറ്റിയമ്മ എന്തോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ്. അത്രയേ എനിക്കിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ. ഇതോടെ കൺമണിക്ക് എന്തോ ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉടൻ ഉണ്ടാക്കണം എന്ന് കൺമണി ഉറപ്പിക്കുകയും ചെയ്ത് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇതേ സമയം സാഗർ ആൻറ്റിയമ്മയുമായുള്ള സംസാരം കുറയ്ക്കുകയാണ്. ആൻറ്റിയമ്മ വീട്ടിലാകെ ഒറ്റപ്പെട്ടു പോയി തുടങ്ങുന്നു. ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മയും. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല.